ഈ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന വാല്യൂസ് എന്ത് ചെയ്യുന്നു, ഈ ലിങ്കുകൾ ഉപയോഗിച്ച് കണക്റ്റഡ് ആവും. അതിന് ഓർഡർ ഒന്നുമില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് സ്റ്റോർ ചെയ്യാം. അങ്ങനെ ഒരു വാല്യൂവും അടുത്തതിലോട്ടുള്ള ലിങ്കും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, നോഡ് എന്ന് പറയും. അത്തരത്തിൽ കുറേ നോഡുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ലിങ്ക്ഡ് ലിസ്റ്റ് ഫോം ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതാണോ ആദ്യത്തെ വാല്യൂ അല്ലെങ്കിൽ ആദ്യത്തെ നോഡ്, അതിൻ്റെ അഡ്രസ്സ് മാത്രം അറിഞ്ഞാൽ മതി. അവിടെ നിന്ന് തൊട്ടടുത്ത നോഡിലോട്ട് പോവാം, അവിടെ നിന്ന് തൊട്ടടുത്ത നോഡിലോട്ട് പോവാം. അങ്ങനെ അവസാനത്തെ നോഡ് നൾ എന്ന അഡ്രസ്സിലായിരിക്കും, അതിൻ്റെ അഡ്രസ് ഫീൽഡിൽ നൾ എന്നായിരിക്കും സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ആ നൾ എത്തുന്നത് വരെ നമുക്ക് ഓരോ നോഡിൽ നിന്നും മാറി മാറി അങ്ങനെ പോവാം, ഒരു ഫോർവേഡ് ഡയറക്ഷനിൽ അങ്ങനെ പോവാം. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് നോഡ്സ്. നോഡിനകത്ത് എന്തൊക്കെ ഉണ്ടാവാം, മിനിമം 2 കാര്യങ്ങളുണ്ടാവാം. ഒരു ഇൻഫർമേഷൻ ഫീൽഡും, ഫീൽഡ് എന്നാണ് ഇതുപോലെയാണ് റെപ്രസെൻറ്റേഷൻ വരിക. അപ്പോൾ ഒരു ഇൻഫർമേഷൻ, ഇപ്പോൾ 5 മാത്രമേ ഇവിടെ ഉള്ളൂ, അപ്പോൾ ഒരു ഇൻഫർമേഷനും ഇൻറ്റിജർ ആയിട്ടുള്ളൊരു ഇൻഫർമേഷനും പിന്നെ ഒരു അഡ്രസ്സും, അങ്ങനെ 2 എണ്ണം. ഈ 5-ന് പകരം നമുക്ക് 5-6 വാല്യൂസ് ഒക്കെ ഇവിടെ സ്റ്റോർ ചെയ്യാം. അപ്പോഴും നമുക്ക് എന്ത് വേണം, അടുത്ത ഒരു നോഡിൻ്റെ അഡ്രസ്സ് വേണം. നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഒരു ഡാറ്റയും ഒരു ഡാറ്റ ഫീൽഡും ഒരു ലിങ്ക് ഫീൽഡും എന്ന് പറയുന്നു. സാധാരണ നോർമലി നമ്മൾ നെക്സ്റ്റ് എന്നൊക്കെയാണ് ആ പോയിന്റർ വേരിയബിളിനെ ഉപയോഗിക്കാറുള്ളത്. അടുത്ത നോഡിലേക്കുള്ള പോയിന്റർ ആയത് കാരണം നെക്സ്റ്റ് എന്നൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇത് ഇൻഫർമേഷൻ, ഒരു വാല്യൂ ഉണ്ടാവും, ഒരു അഡ്രസ് ലൊക്കേഷനും ഉണ്ടാവും. അത് രണ്ടും കൂടെ സ്റ്റോർ ചെയ്യാൻ, ക്ലബ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ഈ സ്ട്രക്ചറാണ് ഈ നോഡിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ ഓരോ നോഡുകളും സ്ട്രക്ചർ വേരിയബിൾസ് ആണ് എന്നർത്ഥം. ഒരു നോഡിൽ നിന്ന് പോയിന്റ് ചെയ്യേണ്ടത് അതേ ടൈപ്പിൽപ്പെട്ട മറ്റൊരു നോഡിലേക്കാണ്. അപ്പോൾ ആദ്യത്തെ നോഡിൽ ഒരു ഇൻറ്റിജർ വാല്യൂവും ഒരു അഡ്രസ്സും ആണെങ്കിൽ ആ ലിസ്റ്റിനകത്തുള്ള എല്ലാ നോഡുകളിലും എന്താ വേണ്ടത്, ഒരു ഇൻറ്റിജർ വാല്യൂവും പിന്നെ ഒരു അഡ്രസ്സും ആണ്. അപ്പം അത്തരത്തിലാണ് ലിങ്ക്ഡ് ലിസ്റ്റ് ഫോം ചെയ്യപ്പെടുക. ഇതൊക്കെയാണെങ്കിലും നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ടേംസ് ഇതൊക്കെയാണ്. ഡാറ്റ പാർട്ട് ഉണ്ടാവും ഒരെണ്ണം, നെക്സ്റ്റ് പാർട്ട് ഉണ്ടാവും, അടുത്ത അഡ്രസ്സ് അറിയാം. അങ്ങനെ ഫോം ചെയ്യുന്നതാണ്. ഇതിന് ഈ 2 എണ്ണം കൂടെ ചേർന്നതിനാണ് നോഡ് എന്ന് പറയുക. ആ നോഡിനെ ഈ ലിങ്കുകൾ ഉപയോഗിച്ച് കണക്റ്റഡ് ആക്കി കഴിഞ്ഞാൽ അതെന്തായി മാറി, ലിങ്ക്ഡ് ലിസ്റ്റായി മാറി. നോർമലി ഈ രീതിയിലാണ് റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുക. ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന അതിനെ സാധാരണ ഹെഡ് എന്ന് പറയും. അപ്പോൾ ആ ഹെഡിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ലിസ്റ്റിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോവാം. അവസാനത്തേൽ എന്തുണ്ടാവും, മറ്റൊരു നോഡ് ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ അഡ്രസ്സ് നൾ എന്നാണ്. പലതരത്തിലുള്ള ലിങ്ക്ഡ് ലിസ്റ്റുകളുണ്ട്. ഒക്കെ ഡീറ്റെയിൽഡായി നമ്മൾ പിന്നീട് വരുന്നുണ്ട്. ഒന്ന് സിമ്പിൾ, ഇപ്പം ഈ പറഞ്ഞത് സിമ്പിൾ ലിങ്ക്ഡ് ലിസ്റ്റാണ്. ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മാത്രമേ, ഈ ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആരോ ഹെഡ് നോക്കിയാൽ അറിയാം. ഇവിടുന്ന് ഇങ്ങോട്ട്, അത് കഴിഞ്ഞ് അടുത്ത നോഡിലോട്ട്, ഈ നോഡിലോട്ട്, അങ്ങനെ അങ്ങനെ പോവാം. അങ്ങനെ പോകാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, ഈ ഓരോന്നിലും ഇപ്പം ഇവിടെയുള്ള ഈ സർക്കിളിൻ്റെ ആ ഭാഗത്തുള്ളത് എന്താ, തൊട്ടടുത്ത നോഡിൻ്റെ അഡ്രസ്സാണ്. വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. ഇത് മെമ്മറിയിൽ സ്കാറ്റർ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതാണ്. റെപ്രസെൻറ്റേഷന് വേണ്ടി ഇങ്ങനെ ഒറ്റ ലൈനിൽ വരച്ചെന്നേ ഉള്ളൂ. പിന്നെ ഒന്ന് ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റാണ്. ഇതിൻ്റെ അകത്ത് ഒരു ലിങ്കേ ഉള്ളൂ. അടുത്ത ടൈപ്പിലാണെങ്കിൽ 2 ലിങ്കുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മുമ്പോട്ടും പോകാം, പുറകിലോട്ടും വരാം. വേറൊന്ന് സർക്കുലാർ ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ നള്ളിലോട്ട് പോയിന്റ് ചെയ്യുന്നതിന് പകരം ഈ പോയിന്ററിൽ ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് ചേർക്കുകയാണെങ്കിൽ അതൊരു സർക്കിളായി. അങ്ങനെ പലതരത്തിലുള്ള ലിങ്ക്ഡ് ലിസ്റ്റുകൾ ഉണ്ടാവാം. ഇതിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇൻസേർട്ട് ചെയ്യുക, നോഡിനെ ഇൻസേർട്ട് ചെയ്യുക, ആവശ്യമില്ലെങ്കിൽ നോഡിനെ കൂട്ടിച്ചേർക്കാനാണ് ഇൻസേർഷൻ എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത നോഡുകളെ റിമൂവ് ചെയ്യുക. നോഡിലെന്താ, നമുക്കൊരു വാല്യൂ വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ആ നോഡാണ് റിമൂവ് ചെയ്യേണ്ടത്. അതുപോലെ ഒരു ലിസ്റ്റിനകത്തുള്ള വാല്യൂസ് മുഴുവൻ ഡിസ്പ്ലേ ചെയ്യുക. ഒരു വാല്യൂ ആ ലിസ്റ്റിനകത്തുണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യുക. ഡിലീറ്റ്, ഇത് രണ്ടും റെപ്പറ്റേഷനാണ്. ഇതിൽ ഒരെണ്ണേ ഉള്ളൂ. ഈ 1, 2, 3, 4 ഓപ്പറേഷൻസ് ആണ് സാധാരണ വരാറുള്ളത്. ഒന്ന് അഡീഷൻ, ഏറ്റവും ആദ്യം നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നു, ആവശ്യമില്ലാത്തതിനെ റിമൂവ് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു, പിന്നെ വാല്യൂ അതിനകത്ത് ഒരെണ്ണം ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യുന്നു. അത്തരത്തിലുള്ള ബേസിക് ഓപ്പറേഷൻസ് ഒക്കെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ മുകളിൽ
പെർഫോം ചെയ്യുക. അപ്പോൾ ഇത് ഒരു നോഡ് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആദ്യം മെമ്മറി റിക്വസ്റ്റ് ചെയ്യണം. മെമ്മറി റിക്വസ്റ്റ് ചെയ്ത് ആ മെമ്മറി കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നമ്മളവിടെ എന്തുണ്ടാക്കുന്നത്, 2 ഫീൽഡുകൾ ഉണ്ടാക്കുന്നത്. ഒരു സ്ട്രക്ചറിനകത്ത് 2 ഫീൽഡാണ് മിനിമം ഉണ്ടാവുക, ഒരു ഡേറ്റ ഫീൽഡും പിന്നെ ഒരു നെക്സ്റ്റ് ഫീൽഡും. അങ്ങനെ ഉണ്ടാക്കി മെമ്മറി കിട്ടുകയാണെങ്കിൽ ആ അഡ്രസ്സാണ് ആ നോഡിനെ അറിയപ്പെടുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് ഈ നോഡിൻ്റെ ഈ അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ലിങ്ക്ഡ് ലിസ്റ്റിലോട്ട് ഈ നോഡിനെ ഇൻസേർട്ട് ചെയ്യിക്കുക. അപ്പോൾ അത്തരത്തിലാണ് ഇത് ഫോം ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിലൊക്കെ എടുക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അടുത്ത വീഡിയോ കൂടി കാണും.